ആ ആ മീനെ ആ എന്റെ ആ പ്രമോഷന്റെ കാര്യം എന്തായി സാറേ? ആ ഞാൻ ഞാൻ അയക്കാം ഞാൻ ഓരോ തിരക്കിലേറ്റാണ്. എനിക്കറിയാലോ ഓഫീസിലെ തിരക്കല്ലോ. ശരിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവർക്കും ഭയങ്കര തിരക്കാണ്. നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോലെ നമുക്ക് ഇവിടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കാനില്ലേ. ഞാൻ നോക്കട്ടെ, ഞാനതൊന്ന് ശരിക്കൊന്ന് പഠിച്ചിട്ട് നീ തന്നെയാണോ ഇത് പ്രൊമോഷൻ കൊണ്ട് മറ്റേ ബീനിയും പറയുന്നല്ലോ അവളതാന്ന് പോണ്ടേ. ഞാൻ നോക്കട്ടെ, ഞാൻ ശരിക്കൊന്ന് നോക്കട്ടെ. നിന്റേതാണല്ലോ അവളതായേക്കണ്ടേ, ഞാൻ നോക്കട്ടെ. അല്ല അതെങ്ങനെയാ? ഞാൻ 2 മാസമായില്ലേ തന്നിട്ട് സാറിന്റെ അടുത്ത്. 2 മാസം ആരോ സീനിയർ നോക്കണ്ടേ. സീനിയർ അല്ല അങ്ങനെ നോക്കിയിട്ടാണോ തരുവോ? ആ അതാ പിന്നെ അങ്ങനെ എനിക്കറിയില്ലേ, ജോലിക്കാരാ ആദ്യം ഇതിൽ കയറിയുള്ള ആളെ നോക്കണ്ടേ എനിക്ക്. ആളെ നോക്കിയിട്ട് വേണം എനിക്ക് അത് ചെയ്യേണ്ടെങ്കിൽ. അല്ല, സാറൊന്ന് സൈൻ ചെയ്തിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ. ആ സൈൻ ചെയ്തിട്ട് അയക്കാം. ബീനി അതന്നെ പറയുന്നു. കാരണം ഒന്ന് വേഗം നോക്കണേ, വേഗം സൈൻ ചെയ്തിട്ട് അയക്കണേ എന്നൊക്കെ പറഞ്ഞ് അവളെന്തെല്ലാം പറയുന്നു. ഞാൻ സാറിന്റെ ഓഫീസിൽ വരട്ടെ, ഞാൻ സാറിനോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നത്, ഞാൻ വന്നിട്ട് സംസാരിക്കുക എന്നല്ലാന്ന് പറയുന്നത്. എൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ? അവളോട് ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞു. നീ വിളിക്കുമ്പോൾ അവളും വിളിക്കുന്നു. ആ ഇനിയപ്പോ ഇനി ഇത് കിട്ടുമോ സാറേ? കിട്ടാതെ പ്രൊമോഷനല്ലേ, ഞാനത് അയക്കണം. അയച്ചിട്ടാകുമ്പോൾ അല്ലേ പ്രൊമോഷൻ ആവുള്ളൂ. അല്ല എന്നാ സാറിപ്പോ അയക്കുവോ? ഞാൻ പറഞ്ഞില്ലേ, അയക്കാം. ഓരോ തിരക്കുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് അയച്ചിട്ട് നിങ്ങളാരും എനക്കൊന്നും തരുമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ പണിയെ നോക്കിയിട്ട് അയക്കുമെന്നല്ലാണ്ട് ഇത് ഞാൻ തന്നെ വേണ്ട ഇതിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് കൂടെ. അതുകൊണ്ടല്ലേ. അല്ല ഇത് അയച്ചു കഴിഞ്ഞാല് എനക്ക് സാലറിയിൽ കൂട്ടി കിട്ടും പ്രൊമോഷൻ കിട്ടിയാല്. ആ അതല്ല എനിക്കറിയാം. സാലറി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. ഏഹ് ഉം. അപ്പൊ നിങ്ങൾക്കിത് പെട്ടെന്ന് സാലറി കൂട്ടി കിട്ടണമെന്ന് വെച്ചിട്ട് എനിക്ക് അതിലെന്താ കാര്യമുള്ളത്? അല്ല സാറൊന്ന് മനസ്സ് വെച്ചാല് വേഗം ഒന്ന് എടോ, അയച്ചാല്. ഞാൻ മനസ്സ് വെക്കണമെങ്കിൽ ഇതിപ്പോ ഈ ബീനി അങ്ങനെ തന്നെ സാറ് മനസ്സ് വെക്ക്. ഞാൻ മനസ്സ് വെക്കണമെങ്കിൽ എനിക്ക് മനസ്സ് വെക്കാൻ തോന്നണ്ടേ എന്റെ സീന മോളെ? സീന സീന എല്ലാരും സീന സീനിയർ. ആ മനസ്സിലായി, സീനിയർ തന്നെ. ഇത് എല്ലാം കൂടി ഒന്നര പോണ വിളിക്കുമ്പോ പേരും മനസ്സിലാവണ്ടേ. ഉം. ഏതെല്ലാം പറഞ്ഞ കോള് വരുന്നു. ആ, പിന്നെ അപ്പൊ പറ. അല്ല സാറിങ്ങനെ ഉരുട്ടിക്കളിച്ചാൽ ഞാൻ ഇത് എത്ര പ്രാവശ്യമായി വരുന്നു സാറിന്റെ അടുത്ത്. ഇങ്ങനെ ഞാൻ സാറിന്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുന്നു. ആ അത് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് അല്ലേ പറഞ്ഞ, ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനേ പറ്റൂ. എങ്കിലും വീട്ടുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമുള്ളതിന് നിങ്ങൾ വരൂലല്ലോ. നമുക്കത് എന്തെങ്കിലും ഒരു ഇതിന് തോന്നണ്ടേ. ആ ശരിയാക്കി തന്നാല് സാറിന് ഞാൻ ഇത് കാശ് തരുമല്ലോ. കാശ് കാശാ ആ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് നിന്നെ പിടിപ്പിക്കണം ഇനി ആയിരിക്കും എന്റെ കാശ് കൊണ്ട്. അല്ല പിന്നെ സാറെന്ത് ഇത് പറഞ്ഞേ ആ അങ്ങനെ അനക്കെന്നാ കഴിക്കൂലെന്നോ, കാര്യവും. ഞാനങ്ങനെ കഴിക്കൂലോ. അല്ല പിന്നെ കാര്യോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം നീ വേറെ എവിടത്തേക്കെങ്കിലൊക്കെ ഒന്ന് വിളിക്കും. ഒരു വിളിക്കാന്. അതൊരു ലീവ് ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ടൂറാ അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും ഒരു യാത്രയൊക്കെ പോവാന്ന് പറയാം. പിന്നെ നമുക്ക് അത് വേഗം തന്നെ ശരിയാക്കാം. അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇത് കാശ് ഞാനും കാശിനല്ലേ പണിയെടുക്കുന്നത്, എനിക്കും കാശില്ലേ. അല്ല എല്ലാരും കാശിന് ഇങ്ങനെ വാങ്ങിയിട്ടാന്നല്ലോ അധികം ആള് ആ വാങ്ങുന്നത്. അങ്ങനെയൊന്നും ആരും ചെയ്യില്ല, അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഉറക്കെ ഒരു ഔട്ടിംഗ് എല്ലാം പോയി വന്ന് പിറ്റേ തന്നെ നമുക്കത് ശരിയാക്കാം. ഇത് അതെങ്ങനെയാ നടക്കൂ സാറേ ഇത്? ഓ അതെങ്ങനെയാ നടക്കുമെന്ന് അറിയില്ലേ. അതിനൊക്കെയല്ലേ ഒരു എന്തെല്ലാം സംവിധാനമുണ്ട്. നീ ഒന്നും അറിയാതെ പോലെ പറയുന്നു. നീ ഇത് തിരക്കാക്കുന്നുണ്ടാ ഞാൻ പറയും. ഇനി നീന്റെ പേരിൽ നീ വേറെ ആരുടെ പോയിട്ട് സംസാരിക്കുന്നുണ്ട് എന്നോട് സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ. അതൊന്നും ഞാൻ പറയില്ല. അല്ല ആ സാറേ ഇത് ഉം. ഇനി ഇത് പ്രൊമോഷൻ കിട്ടാൻ കുറച്ചും കൂടി എത്ര ലേറ്റ് ആവും ആ പറഞ്ഞാൽ മതി. അത്ര ലേറ്റ് ഒന്നും ആവൂല. എന്നുവെച്ചാല് ഞാനിത് ബാങ്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കപ്പോൾ കിട്ടും. പക്ഷെ ഞാനിത് മനസ്സ് വെക്കണ്ട ചെയ്യേ. അതന്നെയാ ഞാൻ സാറോട് പറഞ്ഞു മനസ്സ് ആ വെച്ചാല്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഏഹ് ഉം. ഞാൻ ഇത്
നിന്റെ കാര്യം തന്നെ വേണം. ജീനന്റെ കാര്യം ഞാൻ തൽക്കാലം അവിടെ പെൻഡിങ്ങിൽ വെക്കാം. അവൾക്ക് അതിന് ആയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അവള് നിന്നെ മറികടക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ അവൾ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അവളോട് അത്ര വലിയ താല്പര്യമില്ല. അല്ല അവള് എനിക്ക് എന്താ നിന്നോട് എന്താ താല്പര്യമുണ്ട്. സാറിനോട് പറഞ്ഞത്? അവള് ഞാൻ എന്ത് പറഞ്ഞാലും അവള് റെഡിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പുറോട്ടം വിളിക്കുന്നു. ആ അപ്പൊ എനിക്ക് അവളെ അത്ര താല്പര്യമില്ല. അങ്ങനെയാണെങ്കിലും എനിക്ക് നിന്നെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ നീ ഒരു കാര്യം ചെയ്യും. നമുക്ക് ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് പോയി നല്ല നല്ല ഇത് അടിച്ചു പൊളിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നമുക്ക് എവിടെയെങ്കിലും റൂമിലെടുത്ത് രാവിലെ പോവാം. എന്നിട്ട് വൈകുന്നേരം അവിടെ ഹോട്ടലിൽ താമസിച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് ഉഷാറായിട്ട് നമുക്കിങ്ങ് വരാം. ഒരു ഹാപ്പി ട്രിപ്പ്. അവിടുന്ന് പിന്നെ എന്താ പറയണ്ടേ അറിയാലോ. ഇപ്പൊ സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ നമുക്ക് അവിടുന്ന് നല്ലൊരു കളിയെല്ലാം കളിച്ച് സന്തോഷിച്ച് ഇനി വരുക. പിറ്റേന്ന് തന്നെ നിന്റെ പ്രൊമോഷന്റെ ഞാൻ ഇവിടുന്ന് അയക്കും. അത്രയും ഒന്നും മതി. എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടേ? നിന്നെ ഓർമ്മിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും സന്തോഷിക്കാൻ ഒരു സംഭവം വേണ്ടേ? ഇങ്ങനെയൊക്കെ തന്നെയാണ് നാട്ടിൽ നടക്കുന്നത്. ഇത് മറ്റേ അത് ഇങ്ങനെ പൊതിഞ്ഞ് നടന്നിട്ടുണ്ടേ വേണ്ടേ? എന്ത് നോക്കാനോ? ഇതെല്ലാം ഉപയോഗിക്കാനുള്ള സാധനം തന്നെയായത്. എല്ലാണ്ട് ലാസ്റ്റ് എല്ലാം പൊതിഞ്ഞിട്ട് കൊണ്ടാണ് കളയും കൊണ്ടുപോയിട്ട്. അത്രയേ ഉള്ളൂ. ഇത് എത്രയല്ലേ? പിന്നെ അതല്ല. നമുക്ക് കാര്യം നടക്കണ്ടേ? അതിനു വേണ്ടി നമ്മളൊരു ചെറിയൊരു ദിവസം ഒന്ന് അങ്ങ് കണ്ണടച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രമോഷനുമായി എനിക്ക് നിന്നോടുള്ളൊരു മോഹം അങ്ങ് തീർന്നു. ഞാൻ കുറെ വിചാരിക്കുന്നത് നിന്നെ കാണുമ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്കൊക്കെ ഒരു കളി കളിക്കാൻ പറ്റിയതിനെ കുറിച്ച്. നിന്റെ അടുത്ത് എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. നീയായിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള അവസരം കിട്ടി. ഞാനത് പറഞ്ഞു. അല്ല സാറ് പറഞ്ഞ കാര്യം ഞാനൊന്ന് നോക്കട്ടെ അല്ലാണ്ട് നോക്കട്ടെ എന്നിട്ട് കറക്റ്റ് പറ. പറ്റൂല്ലേ? അതെങ്ങനെയാ എടുത്തടിച്ച പോലെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. സാറ് ഇനിയും ഇങ്ങനെ ഉരുട്ടി കളിച്ചിട്ടുണ്ടെങ്കിലോ? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം ഉരുട്ടണ്ട. നീ തന്നിട്ട് ഇപ്പൊ 2 മാസമായി എനിക്കറിയാം. പക്ഷെങ്കില് നീ ഒന്നും അതിനെ പറ്റി പറയുകയും ചോദിക്കുന്നോണ്ട് സാറേ ആയോന്ന് വെച്ചാൽ ഞാനിതൊന്നും ചെയ്യണ്ടേ? എനിക്കറിയില്ല ഓഫീസിലെ കാര്യങ്ങൾ. സാറ് ഞാൻ കൊറേ പ്രാവശ്യമായില്ലേ വരുന്നു. അപ്പൊ സാറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെ അവള് പറയും. എനിക്കിപ്പോ എന്റെ താഴെയുള്ള സ്റ്റാഫിനോടൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പൊ നീ കുറെ ആയില്ലേ സാറ് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ മനസ്സിലായി പോണം. ഇപ്പൊ നീ എന്റെ ഓഫീസിൽ വരുമ്പോ എല്ലാവരും നോക്കുന്നത് പറയുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാണ് പലതും ഒപ്പിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അവര് നോക്കുന്നത്. കുശുകുശുക്കൊന്നുമല്ല. അവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് ഓരോ കസേരയിൽ കയറി ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇപ്പൊ അങ്ങനത്തെ എന്നായിരിക്കും തന്നിട്ടുണ്ടാവുമെന്ന് തോന്നലുണ്ടാവും. അതൊന്നുമില്ല. നിങ്ങളെല്ലാരും ഒരേപോലെയാണ്. എല്ലാരും ഓരോരോ പൊസിഷൻ എത്താൻ ഇങ്ങനെ പലതും ചെയ്തിട്ടും പല കളികൾ കളിച്ചിട്ടൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. കളി കൊടുക്കാണ്ട് ഒരു കാര്യം ആരും ചെയ്തു കൊടുക്കില്ല ഇന്നത്തെ കാലത്ത്. പിന്നെയും ഞാനാണ് ചില കാര്യങ്ങൾ കണ്ണടച്ചു പോകുന്നത്. പക്ഷെ എന്നാലും എനിക്ക് നിന്നോടിപ്പോ ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഒരു കളി കളിച്ചിട്ട് ഞാൻ തരുകയും ചെയ്യാം. എനിക്ക് ഈ ഓഫീസിൽ നിന്ന് പോവുകയും ചെയ്യാം. എന്താ നല്ല ഹാപ്പി ആയിട്ട് പോകും. പിന്നെ എനിക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. നോക്കട്ടെ നല്ല നീ ഒന്നെപ്പറ്റി നമുക്ക് ഇന്ന ദിവസം പോവാന്ന് പറഞ്ഞാല് നോക്കട്ടെ എന്ന് പറയുമ്പോൾ പിന്നെയും നീണ്ടു പോകും. ഞാൻ പിന്നെ ഇത് ചോദിക്കേണ്ടി വരും. അതിനകത്ത് നല്ലതല്ലേ സാറേ നമുക്ക് ഇന്ന ദിവസം പോവാം. ഏറ്റവും കുറച്ച് ഞായറാഴ്ച പറ്റുള്ളൂ. നമുക്ക് ഇവിടുന്ന് ലീവ് എടുത്തിട്ട് പോകണം. അതായത് രണ്ടാളും ഇവിടുന്ന് പോകുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരും. നമുക്കൊരു സൺഡേ എവിടെയെങ്കിലും പോവാം. വീട്ടിൽ നിന്ന് ഞാൻ ഒരു കാര്യം എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ മതി. ഇനിയിത് നിന്റെ ഹസ്ബൻഡോട് ചർച്ച ചെയ്യാനും നിൽക്കണ്ട. അപ്പൊ എപ്പോ അടുത്ത സൺഡേയിലേക്ക് വെച്ചാലോ? അപ്പൊ എന്ത് പറഞ്ഞാൽ രാവിലെ 6:30 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. രാവിലെ തന്നെ നമുക്ക് കുറച്ച് എന്റെ കാറിലങ്ങ് പോവാ. ദൂരെങ്കിലും പോയിട്ട് ഒരു ദിവസം കൊണ്ട് വരാൻ പറ്റുന്നത് വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ചെത്തിയാ പോരെ? വൈകുന്നേരം എന്തായാലും എത്തണം.
അതെത്തുമോ അതെന്തായാലും ഞാൻ എത്താം. ഇപ്പൊ എനിക്ക് എത്തണ്ടേ വീട്ടില്. ഞാൻ വേറെ അർജന്റ് മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പുറത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായി. അതുപോലെ ഒന്നും പറഞ്ഞിട്ട് താനിങ്ങ് വന്നു. ഉം. എന്താ ആ, അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ നിന്റെ ഇത് പ്രൊമോഷന്റെ പേപ്പർ ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യും.